1 യോഹന്നാൻ 4:18 സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. കർത്താവിനെ സ്നേഹിച്ച മഗ്ദലക്കാരത്തി മറിയ കർത്താവിനെ അടക്കിയ കല്ലറയിൽ ഇരുട്ടിനെ ഭയക്കാതെ കൂടെ വന്ന ശിഷ്യന്മാർ മടങ്ങി വീട്ടിലേക്ക് പോയപ്പോൾ ആ കല്ലറയിൽ കർത്താവില്ല എന്നറിഞ്ഞിട്ടും അവളുടെ ഉള്ളം കർത്താവിനെ കാണുവാൻ തിടുക്കത്തോടെ നിൽക്കുമ്പോൾ കർത്താവ് അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. പേർ ചൊല്ലി വിളിക്കുന്നു. ആ ശബ്ദത്തിൽ അവൾ കർത്താവിനെ കണ്ടു. അവളുടെ ഉള്ളിലെ സ്നേഹം സകല ഭയത്തെയും ഇല്ലാതാക്കി. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്രേ. ദൈവം സ്നേഹമാകുന്നു. നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ സ്നേഹം അവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നു, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ആരെല്ലാം ഈ ലോകത്തിൽ ഉണ്ടെന്ന് കരുതിയാലും ആർക്കും പൂർണ്ണമായി സ്നേഹിപ്പാൻ കഴിയുകയില്ല. നിത്യതയോളം നടത്തുന്നവൻ, ലോകത്തിന്റെ വെളിച്ചമായവൻ, നമുക്ക് ജീവൻ നൽകിയവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ, നമുക്ക് സ്നേഹിക്കാൻ, നമ്മെ സ്നേഹിക്കാൻ ഒരു ദൈവമുണ്ട്. ഹാഗർ ബേർശേബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നപ്പോൾ ദൈവത്തിന്റെ കണ്ണവളെ കണ്ടു. നമ്മെ കാണുന്ന ഒരു ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ദൈവം. ദൈവം നമ്മെ അറിയുന്നു. നമ്മുടെ നാവിൽ കർത്താവിനെ പറ്റി പറയുന്നത് കേൾക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകിയാൽ ദൈവത്തെ സ്നേഹിക്കാം. യേശു ലാസറിന്റെ കുടുംബത്തെ അധികം സ്നേഹിച്ചിരുന്നു. നമ്മെയും നമ്മുടെ കുടുംബത്തെയും അധികം സ്നേഹിപ്പാൻ ഇടയാകട്ടെ. ദിനവും ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ ഓരോരുത്തരിലും വർദ്ധിച്ചു വരുമാറാകട്ടെ. ആമേൻ.